السلام عليكم ورحمة الله أيها الطلاب الأحبة مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ 10ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഔദത്തുൻ ഇലൽ ഹയാത്ത് എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു ടീച്ചർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ടീച്ചർ ഒരു പാഠഭാഗം നിങ്ങൾക്ക് അർത്ഥസഹിതം വായിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളതിൽ 1-2 ആക്ടിവിറ്റീസുകളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾ അതിനുശേഷം വരുന്ന അൻഷിതകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കൂ, വഫീ ദാലിക്കൽ യൗമി സുർന ബൈത്ത് സൈനബ് ഫമാദാ റഅയ്ന. ആ ഒരു ദിവസം, അതായത് സൈനബും അതുപോലെ തന്നെ ആയിഷയും അല്ലേ, അവരുടെ കുടുംബവും എല്ലാം ചേർന്നിട്ട് അവരുടെ വീട് വൃത്തിയാക്കുകയാണ് അല്ലേ. ആ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം അവരുടെ വീട്ടിലേക്ക് അവർ മടങ്ങി വരുന്ന സമയത്ത് അഴുക്ക് നിറഞ്ഞ അവരുടെ വീടൊക്കെ അവർ വൃത്തിയാക്കുകയാണെന്ന് പറഞ്ഞല്ലോ, നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വഫീ ദാലിക്കൽ യൗമി, ആ ഒരു ദിവസത്തിൽ, വഫീ ദാലിക്കൽ യൗം, ആ ഒരു ദിവസം, സുർന എന്ന് പറഞ്ഞാൽ നമ്മൾ സന്ദർശിച്ചു എന്നാണ്. സാറ സന്ദർശിച്ചു എന്നാണ്. സുർന എന്ന് പറയുമ്പോൾ നമ്മൾ സന്ദർശിച്ചു എന്നാണ്. ബൈത്ത് സൈനബിൻ്റെ വീട് നമ്മൾ സന്ദർശിച്ചു. ഫമാദാ റഅയ്ന, അപ്പോൾ അവിടെ നമ്മൾ എന്തായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക എന്നാണ്. അപ്പം നമ്മളവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. നമുക്ക് എന്തെല്ലാം എഴുതാൻ പറ്റും? ടീച്ചർ ഇവിടെ എഴുതേണ്ട ഒരു മോഡൽ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് നോക്കൂ. ബാദൽ ഫൈലോനാത്തി സുർന ബൈത്തൻ മലി ബിൽ ഔസാഹി, അതായത് പ്രളയത്തിന് ശേഷം അല്ലേ. ബാദൽ ഫൈലോനാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രളയത്തിന് ശേഷം. സുർന ഞങ്ങൾ സന്ദർശിച്ചു. ബൈത്തൻ ഒരു വീട് സന്ദർശിച്ചു. മലീഅൻ ആ വീട് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. ബിൽ ഔസാഹി മാലിന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. ക്യാനത്തിൽ ആയിലത്തു ആ ഒരു കുടുംബം ആയിരുന്നു. ആയില എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ്. ആ ഒരു കുടുംബം തുനല്ലിഫുൽ ബൈത്ത വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. റഅയ്ന ഞങ്ങൾ കണ്ടു. അൽമാ ഫിൽ ഉറഫി റൂമുകളിലേക്ക് വെള്ളം കണ്ടു. ഉറഫത്ത് എന്നതിൻ്റെ ജം ആണ് ഉറഫ് എന്ന് പറയുന്നത്. റൂമുകൾ എന്നാണ് അർത്ഥം. റൂമുകളിലേക്ക് ഞങ്ങൾ വെള്ളം കണ്ടു. വൽ അഷിയ ഇൻ മക്സൂറ, അതുപോലെ തന്നെ തകർന്നു കിടക്കുന്നതായ വസ്തുക്കളെയും കണ്ടു എന്നാണ്. മക്സൂറ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കിടക്കുന്ന എന്നാണ് ശരിക്കർത്ഥം. പൊട്ടിപ്പോയിട്ടുള്ളതായ വസ്തുക്കളെയൊക്കെ ഞങ്ങൾ കണ്ടു. ഹസിന കസീറൻ, അത് കണ്ട സമയത്ത് ഞങ്ങൾ വല്ലാതെ ദുഃഖിച്ചു. അതാണ് ഹസിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുഃഖിച്ചു. കസീറൻ ധാരാളം. വസാഅദ്നാഹും ഖലീലൻ, വസാഅദ്ന ഞങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്തു. ഖലീലൻ കുറച്ച് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഞങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാം. ഇതേ രൂപത്തിൽ തന്നെ എഴുതണം എന്നൊന്നുമില്ല. ഇതിലേക്ക് നിങ്ങൾക്കറിയാവുന്ന സെൻറ്റൻസുകളൊക്കെ ചേർത്തിക്കൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇൻഷാ അല്ലാ ഇനി അടുത്ത അൻഷിത എന്താണ് എന്ന് നോക്കൂ. നക്തുബുൽ ഹിക്കായ അസ്സാബിഖ ബിതബ്ദീലി അൽ അഫ്ആൽ അൽ മാദിയ ഇലൽ മുലാരിഇ. നക്തുബു നമുക്ക് എഴുതാം അല്ലേ. എന്താണ് എഴുതേണ്ടത്? അൽ ഹിക്കായത്ത് സാബിഖ, ആ മുകളിൽ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ഹിക്കായ ഉണ്ടല്ലോ, നമ്മൾ തൊട്ട് മുകളിൽ വായിച്ച ഒരു ഹിക്കായ ഉണ്ടല്ലോ, അതിന് നമുക്ക് എഴുതാം എന്നാണ്. ബി തബ്ദീലി മാറ്റം വരുത്തിക്കൊണ്ട് അൽ അഫ്ആൽ അൽ മാദിയായിട്ടുള്ള ഫിയാലുകളെ ഇലൽ മുലാരിയാക്കി മാറ്റിയതിന് ശേഷം ആ ഒരു ഹിക്കായെ നമ്മൾ മാറ്റി എഴുതുവാനാണ് കേട്ടോ. അപ്പോൾ ആ ഫിയാല് മാലിയൊക്കെ നമ്മൾ എന്താക്കി മാറ്റണം? ഫിയാല് മുലാരിയാക്കി മാറ്റണം. മുകളിൽ കൊടുത്ത ഹിക്കായ നോക്കൂ, അതിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് മാറ്റേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഈ ഒരു ഹിക്കായാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇതിൽ കൊടുത്തിട്ടുള്ളതായ ഫിയോല് മാദികളെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിയോല് മുലാരി വെച്ച് കൊടുക്കുവാനായിരുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ബാദ അയ്യാമിൻ അല്ലെ, ദിവസങ്ങൾക്ക് ശേഷം, റജഅത്ത് സൈനബു. റജഅത്ത് എന്ന് പറയുമ്പോൾ റജ എന്ന് പറയുന്നത് ഫിയോല് മാദിയാണ് അല്ലേ. നമുക്കറിയാം റജഅത്ത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? സൈനബാണ് അവിടെ. സ്ത്രീലിംഗമായത് കൊണ്ടാണ് റജഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റജ
എന്നതിൻ്റെ മുലാരി എന്താണ്? യർജിഉ എന്നാണ് റജായുടെ മുലാരി. പിന്നെ സൈനബ് എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ നമ്മൾ യർജിഉ എന്ന് പറയാൻ പാടില്ല. എങ്ങനെയാണ് പറയേണ്ടത്? തർജിഉ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ബഅദ അയ്യാമിൻ തർജിഉ സൈനബു മഅ സൗജി വൽ ഔലാദി ഇലൽ ബൈത്തി അല്ലേ. വകാനൽ ബൈത്തു മലീഅൻ ബിൽ ഔസാഖി. ബാക്കി നോക്കൂ. നല്ലഫൽ വാലിദു. കണ്ടോ, നല്ലഫ എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മാലിയാണ്. നമുക്കതിനെ എന്താക്കി മാറ്റണം? മുലാരിയാക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? യുനല്ലിഫു എന്നാക്കിയിട്ട് മാറ്റണം. യുനല്ലിഫുൽ വാലിദു അൽ ഉറഫ. അതുപോലെ തന്നെ വസാഅദഹു. കണ്ടോ, സാഅദ എന്ന് പറയുന്നത് എന്താണ്? സഹായിച്ചു. അതും ഫിഅൽ മാലിയാണ്. അതിനെ മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ എഴുതണം? യുസാഇദു എന്നാക്കിയിട്ട് മാറ്റണം. വയുസാഇദുഹു അഹ്മദ് അല്ലേ. വയുസാഇദുഹു അഹ്മദ്. വസല എന്നുള്ളത് എന്താണ്? ഒസല അല്ലെ, രണ്ട് പേരും കഴുകി എന്നാണ്. അപ്പം നമ്മളത് ഫിഅൽ മുലാരിയാക്കി മാറ്റുന്ന സമയത്ത് യഅസിലാനി എന്നായിട്ട് വരും. യഅസിലാനി അൽ ജുദ്റാന. യുനല്ലിഫുൽ വാലിദു അൽ ഉറഫ വയുസാഇദുഹു അഹ്മദ് വയഅസിലാനി അൽ ജുദ്റാന എന്നാണ് വരിക. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. നഷഫത്തിൽ ഉമ്മു വൽ ബനാത്തു അൽ മാഅ മിനൽ ഉറഫി. കണ്ടില്ലേ, നഷഫ അത് ഫിഅൽ മാലിയാണ്. അവിടെ അൽ ഉമ്മു വൽ ബനാത്ത്, ഉമ്മയും പെൺകുട്ടികളും എന്ന് പറയുന്നത് കൊണ്ടാണ് അത് നഷഫത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നഷഫയെ ഫിഅൽ മുലാരിയാക്കുമ്പോൾ എന്തായിട്ട് മാറും? യുൻഷിഫു എന്നായിട്ട് മാറും. പിന്നെ ഇവിടെ ഉമ്മ അതുപോലെ പെൺകുട്ടികൾ അല്ലെ, അവരാണ് അവിടെ ഫായിലായിട്ട് വരുന്നത്. അപ്പം അവർ മുഅന്നസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യുൻഷിഫു എന്ന് പറയാൻ പാടില്ല. പകരം എന്താ പറയേണ്ടത്? തുൻഷിഫു കേട്ടോ. തുൻഷിഫുൽ ഉമ്മു വൽ ബനാത്തു അൽ മാഅ മിനൽ ഉറഫി. അതുപോലെ തന്നെ വനല്ലഫിനൽ മത്ബഖ, അവർ വൃത്തിയാക്കി എന്നാണ്. അവരെല്ലാവരും കൂടെ വൃത്തിയാക്കി എന്നാണ് നല്ലഫിന എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കതിൻ്റെ ഫിഅൽ മുലാരിയാക്കുന്ന സമയത്ത് വയുനല്ലിഫിന എന്നാ വരിക കേട്ടോ. വയുനല്ലിഫിനൽ മത്ബഖ എന്നാണ് പറയുക. വയുനല്ലിഫിനൽ മത്ബഖ. ആയിഷ വ ഫാത്തിമത്തു റത്തബത അൽ അസാസ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കവിടെ എങ്ങനെ എഴുതണം? തുറത്തിബാനി. ആയിഷ വ ഫാത്തിമ തുറത്തിബാനി അൽ അസാസ എന്നാണ് പറയേണ്ടത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ഹിക്കായിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്നിട്ട് പറഞ്ഞു നോക്കാം. വബഅദ അയ്യാമിൻ തർജിഉ സൈനബു മഅ സൗജി വൽ ഔലാദി ഇലൽ ബൈത്തി വകാനൽ ബൈത്തു മലീഅൻ ബിൽ ഔസാഖി യുനല്ലിഫുൽ വാലിദു അൽ ഉർഫ വയുസാഇദുഹു അഹ്മദ് വയഅസിലാനി അൽ ജുദ്റാന. തുൻഷിഫുൽ ഉമ്മു വൽ ബനാത്തു അൽ മാഅ മിനൽ ഉറഫി വയുനല്ലിഫിനൽ മത്ബഖ. ആയിഷ വ ഫാത്തിമ തുറത്തിബാനി അൽ അതാസ. ആ ഒരു രൂപത്തിലാണ് നിങ്ങൾ ആ ഒരു ഹിക്കായെ മാറ്റി എഴുതേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അതിനുശേഷം വരുന്ന ആക്ടിവിറ്റി എന്താണ് എന്ന് നോക്കൂ. നഖറഉൽ ഹിക്കായ അസ്സാബിഖ വനുറത്തിബിൽ കലിമാത്തിൽ മുലവ്വന ഹസ്ബ തർത്തീബിൽ ആത്തി എന്നാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത് കേട്ടോ. നഖറഉൽ ഹിക്കായത്ത് അസ്സാബിഖ, ആ മുൻകഴിഞ്ഞ അഥവാ മുകളിൽ പറഞ്ഞിട്ടുള്ളതായ ഒരു ഹിക്കായ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ വായിച്ച ഒരു ഹിക്കായല്ലേ, അത് വായിക്കുവാനാണ്. എന്നിട്ട് വനുറത്തിബു, നമുക്ക് ക്രമീകരിക്കാം. അൽ കലിമാത്തിൽ മുലവ്വന, അവിടെ കളർ നൽകപ്പെട്ടിട്ടുള്ളതായ പദങ്ങളെ നമുക്ക് ക്രമീകരിക്കാമെന്നാണ്. ഹസ്ബൽ തർത്തീബിൽ ആത്തി, താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു രൂപത്തിൽ, താഴെ കൊടുത്ത ആ ഒരു ഘടനയുടെ രൂപത്തിൽ ആ ഒരു ഹിക്കായയിൽ റെഡ് കളർ കൊടുത്തിട്ടുള്ള പദങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത്. അവിടെ കൊടുത്തൊരു മോഡൽ നോക്കൂ. അതായത് അൽ മുഫ്രദ്, അൽ മുസന്ന, അൽ ജം, അതായത് ഒരു ഫിഅൽ കൊടുത്തിട്ടുണ്ട്, ഒരു വെർബ്. അതിൻ്റെ മുഫ്രദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകവചനം കേട്ടോ. അപ്പം ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, ഒരാൾ പ്രവർത്തിച്ചു എന്ന് പറയാനാണ് നമ്മൾ ഫഅല എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ മുസന്ന എന്ന് പറഞ്ഞ ദ്വിവചനം എന്നാണ്, രണ്ട് പേർ പ്രവർത്തിച്ചു, നമ്മൾ എങ്ങനെയാണ് പറയുക? ഫഅല എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ജം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനമാണ്. അതായത് ഓരോ ഗ്രൂപ്പ് ഒന്നിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറയില്ലേ, അവർ ഒന്നിച്ച് പ്രവർത്തിച്ചു, അവരെല്ലാവരും ചെയ്തു, അങ്ങനെ പറയാനാണ് നമ്മൾ ഫഅലു എന്ന് ഉപയോഗിക്കുന്നത്. ഫഅല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി,
ഒരാണ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫഅല എന്ന് പറയുക. 2 ആൺകുട്ടികൾ അല്ലെങ്കിൽ 2 പുരുഷന്മാരൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫഅല എന്ന് പറയുന്നു. അത് കുറേ പുരുഷന്മാരാകുന്ന സമയത്ത് നമ്മൾ ഫഅലു എന്ന് പറയുന്നു. അതാണ് അവിടെ അൽ മുദക്കർ എന്ന് കൊടുത്തിട്ടുള്ളത്. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം എന്നാണ്. അപ്പം പുരുഷന്മാരാകുന്ന സമയത്ത് അതുപോലെ തന്നെ ആൺകുട്ടികൾ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ പറയാം. അപ്പോൾ നമുക്കെങ്ങനെ പറയാം? ഫഅല ഫഅല ഫഅലു എന്ന് പറയാം കേട്ടോ. എന്നാൽ അത് പെൺകുട്ടിയാകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ത്രീയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? അതാണ് അവിടെ മുഅന്നസ് എന്ന് കൊടുത്തിട്ടുള്ളത്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം എന്നാണ്. അപ്പം നമ്മളിങ്ങനെ പറയും ഫഅല എന്നുള്ളത് എന്തായിട്ട് മാറും? ഫഅലത്ത് എന്നായിട്ട് മാറും. ഫഅല എന്നുള്ളത് ഫഅലത്ത് എന്നായിട്ട് മാറും. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? അവൾ പ്രവർത്തിച്ചു എന്നാണ്. അപ്പോൾ അവർ 2 പേർ പ്രവർത്തിച്ചു, 2 സ്ത്രീകൾ പ്രവർത്തിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മളെങ്ങനെ പറയേണ്ടത്? ഫഅലത എന്നാണ് പറയേണ്ടത്. ഫഅലത്ത് ഫഅലത. കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു. നമുക്കെങ്ങനെ പറയാം? ഫഅൽന എന്നാണ് പറയുക. എന്താണ് പറയുക? ഫഅൽന എന്നാണ് പറയുക. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ഹിക്കായിൽ വന്നിട്ടുള്ള പദങ്ങളൊക്കെ നമ്മൾ ഈ രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് റജഅയാണ് അല്ലേ? നമുക്കിവിടെ റജഅത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം നമ്മൾ എഴുതേണ്ടത് ഏതാണ്? റജഅ എന്ന് പറയുന്ന ഫിഅലിനെ ഈ രൂപത്തിൽ പറയുകയാണ് വേണ്ടത്, എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? അതിൻ്റെ മുദക്കറിൻ്റെ അഥവാ പുല്ലിംഗത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും? നമ്മൾ ഫഅല പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു നോക്കൂ. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? റജഅ റജഅ റജഉ അല്ലേ? റജഅ റജഅ റജഉ എന്ന് വരും. പിന്നെ താഴെ കൊടുത്തിട്ടുണ്ട് റജഅത്ത് റജഅത റജഇന. റജഅത്ത് റജഅത റജഇന. ആ രൂപത്തിലാണത് എഴുതേണ്ടത്. ഇതേ രൂപത്തിൽ ആ ഒരു ഹിക്കായിൽ വരുന്ന ബാക്കിയുള്ള പദങ്ങൾ നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. അവിടെ നല്ലഫ് വരുന്നുണ്ടല്ലോ. അപ്പം നമ്മളെങ്ങനെ പറയും? നല്ലഫ നല്ലഫ നല്ലഫു നല്ലഫത്ത് നല്ലഫത നല്ലഫ്ന. അങ്ങനെയാണ് അത് എഴുതേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ സാഅദ വരുന്നുണ്ട്. സാഅദ സാഅദ സാഅദു സാഅദത്ത് സാഅദത സാഅദിന അല്ലേ? അതുപോലെ റത്തബ റത്തബ റത്തബു റത്തബത്ത് റത്തബത റത്തബിന. അത് നിങ്ങൾ അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെക്കുക. ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന. ആ ഒരു രൂപം നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. അപ്പം നമുക്ക് ഏത് ഫിഅലും മാദിയെയും ഈ രൂപത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി അടുത്തത് കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഇനി അതിൻ്റെ ഫിഅല് മുലാരിയുടെ രൂപമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ മുലാരി ആവുന്ന സമയത്ത് ഫാലയുടെ മുലാരി എന്താണ് വരുന്നത്? യഫ്അലു എന്നാണ്. അവൻ പ്രവർത്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതെന്താണ്? മുദക്കറാണ്, പുല്ലിംഗമാണ് അല്ലേ? അപ്പം ഒരു ആൺകുട്ടിയൊക്കെയാണ് ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ നമുക്കെങ്ങനെ പറയാം? യഫ്അലു എന്ന് പറയാം. ഇനി 2 പേര് പ്രവർത്തിക്കുന്നു എന്ന് പറയാനാണെങ്കിൽ നമ്മൾ യഫ്അലാനി എന്നാണ് പറയുക. ഇനി കുറേ ആൺകുട്ടികൾ പ്രവർത്തിച്ചു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എങ്ങനെ പറയാം? യഫ്അലൂന എന്നാണ് പറയുക. യഫ്അലു യഫ്അലാനി യഫ്അലൂന. എന്നാൽ അതൊരു പെൺകുട്ടിയാകുന്ന സമയത്ത് തഫ്അലു എന്നായിട്ട് മാറുന്നു. തഫ്അലു 2 പെൺകുട്ടികൾ പ്രവർത്തിച്ചു. തഫ്അലാനി കുറേ പെൺകുട്ടികൾ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് യഫ്അൽന എന്നാണ് പറയുക കേട്ടോ. യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന. അങ്ങനെയാണ് അതിൻ്റെ രൂപം വരുന്നത്. അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് റജഅ എന്നുള്ള ഫിഅലിൻ്റെ മുലാരി ആണെന്ത്? ഇർജിഉ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും വരുന്നത്? ഇർജിഉ 2 പേരാകുന്ന സമയത്ത് ഇർജിആനി ഇർജിഊന. കുറേ പേരാകുന്ന സമയത്ത് ഇർജിഊന. ഇനി ഒരു സ്ത്രീ ആകുന്ന സമയത്തോ തർജിഉ അല്ല, അവൾ മടങ്ങുന്നു. അവർ 2 പേര് മടങ്ങുന്നു. എങ്ങനെ പറയാം? തർജിആനി ഇർജിഅന. ഇർജിഉ ഇർജിആനി ഇർജിഊന തർജിഉ തർജിആനി ഇർജിഅന എന്നാണ് പറയുക. ആ രൂപത്തിൽ തന്നെ ആ ഒരു ഹിക്കായിൽ കൊടുത്തിട്ടുള്ള ബാക്കി ഫിഅലുകളെ അല്ലേ? അവിടെ സാദയുണ്ട്, അതിൻ്റെ മുലാരി വരുന്നത് എന്താണ്? യുസായിദു എന്നാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? യുസായിദു യുസായിദാനി യുസായിദൂന തുസായിദു തുസായിദാനി യുസായിദിന. അങ്ങനെയാണ് അത് എഴുതേണ്ടത്. നല്ലഫ എന്നതിൻ്റെ മുലാരി വരുന്നത് യുനല്ലിഫു എന്നാണ്. യുനല്ലിഫു യുനല്ലിഫു
യുനല്ലിഫാനി യുനല്ലിഫൂന തുനല്ലിഫു തുനല്ലിഫാനി യുനല്ലിഫ്ന ആ രൂപത്തിലാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ഫിഅലുകളെല്ലാം നിങ്ങൾ ആദ്യം മുലാരിയാക്കുക, എന്നിട്ട് ആ മുലാരിയുടെ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ മാറ്റി എഴുതാണ് വേണ്ടത് കേട്ടോ. ഇനി താഴെ ആയിക്കൊണ്ട് നുക്കിമിലോ നമുക്ക് പൂർത്തിയാക്കാമെന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ചില ഫിഅല് മാലി കൊടുത്തിട്ടുണ്ട്, ചില ഫിഅല് മുലാരി ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങളത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജലസ എന്നാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് അല്ലേ, ജലസ. അപ്പോൾ എന്തായിരിക്കും മുസന്ന വരുന്നത്? ജലസ, ജലസ ജലസ അല്ലേ, ജലസു, ജലസത്ത്, ജലസത്ത, ജലസ്ന, അങ്ങനെയാണ് വരിക കേട്ടോ. ജലസ ജലസ, ജലസു, ജലസത്ത്, ജലസത്ത, ജലസ്ന എന്നാണ് വരിക. ഇനി താഴെ കൊടുത്തിട്ടുള്ളത് ജലസയുടെ മുലാരിയാണ് എജിലിസു. അപ്പം എങ്ങനെ പറയാം? എജിലിസു, എജിലിസാനി, എജിലിസൂന, തജിലിസു, തജിലിസാനി, എജിലിസ്ന. ആ രൂപത്തിലാണ് നിങ്ങളത് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ് എന്ന് നോക്കൂ. നുലാഹിനു ജദ്വല തൊക്സി വനക്തുബു തൊക്സ ഖറിയതിന ഫിൽ ഉസ്ബുഇൽ മാളി. നുലാഹിനു നമുക്ക് വീക്ഷിക്കാം എന്നാണ്. ജദ്വല തൊക്സി, ജദ്വല തൊക്സ്, തൊക്സ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ എന്നാണ് കേട്ടോ. വെതർ അല്ലെ, ആ ഒരു കാലാവസ്ഥയുടെ ആ ഒരു ചാർട്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്നാണ്. എന്നിട്ട് വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം. തൊക്സക്കറിയതിന നമ്മുടെ ഗ്രാമത്തിലെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന്. ഫിൽ ഉസ്ബുഇൽ മാളി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഗ്രാമത്തിലെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എഴുതാണ് വേണ്ടത്. അപ്പോൾ അവിടെ താരീഖ് എന്ന് കൊടുത്തിട്ടുണ്ട്. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്നാണ് അർത്ഥം. അലിയോമ് അല്ലെ ദിവസം ഏതാണ് എന്ന് എഴുതണം. അത്തൊക്സ് എന്നിട്ട് കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എഴുതുവാനാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് 3/8/2025 അല്ലേ, അവിടെ കൊടുത്തിട്ടുണ്ട്. യോമുൽ അഹദാണ് അല്ലേ, ഏതാണ്? ഞായറാഴ്ച ദിവസം. അന്നെങ്ങനെയായിരുന്നു കാലാവസ്ഥ? മുംതിറായിരുന്നു. മുംതിർ എന്ന് പറഞ്ഞാൽ മഴയുള്ളത്, അതാണ് മുംതിർ എന്ന് പറഞ്ഞാൽ. ഇനി അവിടെ ആ തൊക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത് നോക്കൂ. തൊക്കസ് ടീച്ചർ പറഞ്ഞു കാലാവസ്ഥ എന്നാണ്. ബാരിദ് എന്ന് പറഞ്ഞാൽ തണുപ്പുള്ളത് എന്നാണ്. ബാരിദ് തണുപ്പുള്ള കാലാവസ്ഥ. ദാഫ്യ എന്ന് പറഞ്ഞാൽ നേരിയ ചൂടുള്ള കാലാവസ്ഥ, അതാണ് ദാഫ്യ എന്ന് പറയുന്നത്. ഹാറുൻ എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂട്, ശക്തമായ ചൂടുള്ള കാലാവസ്ഥയ്ക്കാണ് ഹാറ് എന്ന് പറയുക. മുംതിർ എന്ന് പറഞ്ഞാൽ മഴ വർഷിക്കുന്നത്, മഴയുള്ള കാലാവസ്ഥയ്ക്കാണ് മുംതിർ എന്ന് പറയുക. ആസിഫ് എന്ന് പറഞ്ഞാൽ കാറ്റടിച്ച് വീശ്, കാറ്റുള്ള കാലാവസ്ഥ, അതായത് ശക്തമായ കാറ്റൊക്കെയുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്കവിടെ ആസിഫ് എന്ന് എഴുതാം. മുസല്ലജ് എന്ന് പറഞ്ഞാൽ മഞ്ഞുള്ള കാലാവസ്ഥ, മഞ്ഞു മൂടിയ കാലാവസ്ഥയാണ് എങ്കിൽ മുസല്ലജ് എന്ന് എഴുതാം. മുഷമ്മസ് എന്ന് പറഞ്ഞാൽ വെയിലുള്ള കാലാവസ്ഥയ്ക്കാണ് മുഷമ്മസ് എന്ന് പറയുന്നത് കേട്ടോ, നല്ല വെയിലുള്ള കാലാവസ്ഥ. ലബാബിയുൻ എന്ന് പറഞ്ഞാൽ മൂടിയ കാലാവസ്ഥ അല്ലെങ്കിൽ മങ്ങിയ കാലാവസ്ഥ, അതായത് വെളിച്ചവും ഇല്ല അതുപോലെ തന്നെ മഴയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ ഉണ്ടാവുമല്ലോ, അതിനാണ് ലബാബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയിം എന്നാണ്. ആയിം എന്ന് പറഞ്ഞാൽ കാർമേഘം നിറഞ്ഞ, മേഘം നിറഞ്ഞ കാലാവസ്ഥ, മഴ പെയ്യാനൊക്കെ ഇങ്ങനെ നിൽക്കുന്ന പോലെയുള്ള കാലാവസ്ഥ ഉണ്ടാവുമല്ലോ, അതിനാണ് ആയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളവിടെ ആ ഒരു ചാർട്ട് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3-ാം തീയതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഡേറ്റ് ഏതാ കൊടുക്കേണ്ടത്? 4/8/2025 യോമുൽ അഹദ് കൊടുത്തു. പിന്നെ ഏതാണ്? യോമുൽ ഇസ്നൈനി അല്ലേ, അവിടെ ഇസ്നൈനി എന്ന് കൊടുക്കണം. എന്നിട്ട് കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ് കൊടുക്കേണ്ടത്. പിന്നെ 5/8/2025 യോമുൽ സലാസ, അന്ന് എങ്ങനെയായിരുന്നു കാലാവസ്ഥ എന്ന് ആ രൂപത്തിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ ഇങ്ങനെ താഴോട്ട് ഡേറ്റ് ഇട്ട് കൊടുത്താൽ മതി. 3, 4, 5, 6, 7, 8 അങ്ങനെ ഒരാഴ്ചത്തെ ഒരു ചാർട്ടാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കൂ. നുലാഹിദു സൂറ വനുഇദ്ദു തഅലീഖൻ മുനാസിബൻ ലഹ. താഴെ കൊടുത്തിട്ടുള്ളതായ ചിത്രം നോക്കിയിട്ട് ആ ഒരു ചിത്രത്തിന് യോജിച്ചൊരു തലക്കെട്ട്, ഒരു അടിക്കുറിപ്പ് കൊടുക്കുവാനാണ് കേട്ടോ. തഅലീഖ് എന്ന് പറഞ്ഞാൽ ഒരു അടിക്കുറിപ്പ് എന്നാണ്. അപ്പോൾ ആ ഒരു ചിത്രത്തിന് യോജിച്ചൊരു അടിക്കുറിപ്പ് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമുക്കവിടെ എന്ത് എഴുതാൻ പറ്റും? റഹ്മത്തുൽ ലിൽ ഹയവാൻ, ആ ഒരു മൃഗത്തിനോടുള്ള കരുണ, അങ്ങനെ നമുക്കൊരു ശീർഷകം, ഒരു തലക്കെട്ട് കൊടുക്കാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ പിന്നെ എന്ത് കൊടുക്കാൻ പറ്റും?
അത്തിഫിലു യുൻഖിദുൽ ജർവ മിനൽ ഉറഖി ബിശജാഅത്തിൻ വറഹ്മത്തിൻ. അങ്ങനെയും കൊടുക്കാൻ നമുക്ക്. അത്തിഫിലു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? യുൻഖിദുൽ ജർവ. ജർവ എന്ന് പറഞ്ഞാൽ നായക്കുട്ടി, പട്ടിക്കുട്ടി എന്നാണ് കേട്ടോ. ആ ഒരു പട്ടിക്കുട്ടിയെ രക്ഷിക്കുന്നതല്ലേ മിനൽ ഉറഖി, അത് മുങ്ങിപ്പോവുന്നതിൽ നിന്ന് ബിശജാഅത്തിൻ ധീരതയോട് കൂടിയിട്ടും വറഹ്മത്തിൻ കാരുണ്യത്തോടും. ഈ രൂപത്തിൽ ആ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള അടിക്കുറിപ്പ് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി അടുത്ത ആക്ടിവിറ്റിയും കൂടെ നോക്കൂ. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നുവസ്സിഉ അൽ മജ്ലിസുൽ ഖറവിയ്യു അൽ മുസാഅദത്തുൽ മാലിയ ലിതർമീമി അൽ ബുയൂത്ത് നുഅബ്ബിഉൽ ഇസ്തിമാറ അൽ ഇലക്ട്രോണിയ. അതായത് യുവസ്സിഉ, വസ്സഅ എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക എന്നാണ്. അൽ മജ്ലിസുൽ ഖറവി, മജ്ലിസുൽ ഖറവി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് വിതരണം ചെയ്യുന്നുണ്ട്. അൽ മുസാഅദത്തുൽ മാലിയ, ഒരു സാമ്പത്തിക സഹായം അല്ലെ, ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് അല്ലേ. ആർക്കാണ്? ലിതർമീമിൽ ബുയൂത്തി, അതായത് വീട് നവീകരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പ്രളയത്തിലേക്ക് കേടുപാട് സംഭവിച്ച വീടുകളുണ്ടാവുമല്ലോ, അത്തരം വീടുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക സഹായം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നൽകുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു ഇസ്തിമാറ അല്ലെ, അതിനുള്ളൊരു അപ്ലിക്കേഷൻ ഫോമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നുഅബ്ബിഉ അൽ ഇസ്തിമാറ അൽ ഇലക്ട്രോണിയ, അതായത് ഒരു ഓൺലൈൻ ഫോമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫോം നമ്മൾ, ഒരു അപ്ലിക്കേഷൻ ഫോം, അതാണ് ഇസ്തിമാറ എന്ന് പറയുന്നത്. ആ ഒരു അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ചോദ്യം മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് പൂർത്തിയാക്കേണ്ടത്, പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കൂ. മാലൂമാത്തുൽ മുഖദ്ദിം, അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ്, എന്തൊക്കെ വിവരങ്ങളാണ് അതിൽ സമർപ്പിക്കേണ്ടത്, അതാണ് മാലൂമാത്തുൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ. അതിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ്, ഇൻഫർമേഷൻസുകൾ എന്തൊക്കെയാണ് എന്നാണ്. നോക്കൂ, ഒന്നാമതായിട്ട് കൊടുക്കേണ്ടത് അൽ ഇസ്മാണ്. അൽ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? നെയിം അല്ലേ. അപ്പോൾ ആ ഒരു അപേക്ഷ കൊടുക്കുന്ന വ്യക്തിയുടെ പേര് കൊടുക്കണം. അൽ ഉംർ എന്ന് പറഞ്ഞാൽ ഏജ് ആണ്. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു മുഹമ്മദ് എന്നാണ് പേര് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഏജ് അല്ലെ, അൽ ഉംർ എന്നുള്ളിടത്ത് ടീച്ചർ അവിടെ ഹംസൂൻ, അതായത് 55 എന്നാണ് കൊടുക്കുന്നത്, 55. അടുത്തതായി അൽ ഉൻവാനാണ് അല്ലേ. എന്താണ് ഉൻവാൻ എന്ന് പറഞ്ഞാൽ? അഡ്രസ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്തെങ്കിലും ഒരു അഡ്രസ്സ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് മുണ്ടക്കൈ, വയനാട് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ റഖമു ബിതാഖത്തുൽ ഹുവിയ, അതായത് ആധാർ നമ്പറാണ് ചോദിക്കുന്നത്. റഖമു ബിതാഖത്തുൽ ഹുവിയ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു നമ്പർ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അടുത്തത് ചോദിക്കുന്നത് റഖമുൽ ഹാത്തിഫാണ് കേട്ടോ, ഫോൺ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി അതിന് താഴെ കൊടുത്തിട്ടുള്ളത് മാലൂമാത്ത് അനിൽ ബൈത്തിൽ മഫ്ഖൂദ് എന്നാണ് അല്ലേ. അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മാലൂമാത്ത് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് എന്നാണ്. അനിൽ ബൈത്തിൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ, അപ്പോൾ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ തകർന്നു പോയ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഒന്നാമത്തേത് റഖമുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ നമ്പറാണ് കേട്ടോ. അപ്പോൾ ഒന്നാമതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒന്ന് ഖർസാന എന്നാണ്. ഖർസാന എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് മേൽക്കൂരയാണോ, അല്ലെങ്കിൽ ബലാറ്റ് എന്നാണ്. ബലാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷീറ്റിട്ട മേൽക്കൂരയൊക്കെ ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ ബലാത്ത് എന്ന് പറയുക കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് നൗൻ നാഹർ, അതല്ലാത്ത മേൽക്കൂര ആണ് എങ്കിൽ അതാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഹാലത്തുൽ ബൈത്ത്, വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. മുദമ്മറിൻ കാമിലൻ, പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ മുദമ്മറൻ ജുസ്ഇയ്യൻ, അത് ഭാഗികമായിട്ട് തകർന്നു പോയിട്ടുണ്ട് എന്നാണ്. പിന്നെ തൗഖീഉൽ മുഖദ്ദിം, അത് ആ ഒരു അപേക്ഷ കൊടുക്കുന്ന വ്യക്തിയുടെ സിഗ്നേച്ചർ, ഒപ്പാണ് അവിടെ കൊടുക്കേണ്ടത്. അതുപോലെ മക്കാന്, പ്ലേസ് കൊടുക്കുക, സ്ഥലം കൊടുക്കുക, താരീഖ്, ഡേറ്റ് കൊടുക്കുക. അപ്പോൾ അതാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ള അറബിയിലുള്ള ഒരു ഫോമുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതിന് ഓൺലൈൻ ആവട്ടെ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആവട്ടെ അല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണത് ഫില്ല് ചെയ്യേണ്ടത് എന്ന് പഠിക്കണം. അതാണ് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും ഭാഗം മനസ്സിലാക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.